ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ നിത്ര ടോക്സ്. കാറ്റത്തെ കിളിക്കൂടിന്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ നിധിയും സുധീഷും ഇപ്പോൾ നിധിയുടെ സ്വന്തം വീട്ടിലെത്തിയിരിക്കുകയാണല്ലേ. അങ്ങനെ നിധിയുടെ അമ്മ ഹേമ നമ്മളെ സുധീഷിനെയും അതുപോലെ തന്നെ നിധിയെയും ആദ്യമായിട്ട് വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ പേരിൽ ആരതി ഒഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറ്റുന്നത്. പക്ഷെ ഒട്ടും തന്നെ ഹേമയ്ക്ക് താല്പര്യമില്ല ഇങ്ങനെ ഒരു സീനിന്. പക്ഷെ അത് അച്ഛന്റെ നിർബന്ധപ്രകാരമാണ്. രാജീവൻ പറയുന്നതാണ് കേട്ടോ ആരതി ഒഴിഞ്ഞു കയറ്റണമെന്നും. മകൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്ന സന്തോഷം കൊണ്ടൊന്നും അല്ല കേട്ടോ രാജീവൻ അങ്ങനെ ചെയ്യുന്നത്. സുധീഷിന് ഇട്ടിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെയാണ്. എന്തായാലും സുധീഷിന് എട്ടിന്റെ പണി കൊടുക്കാനാണ് രാജീവൻ തന്റെ വീട്ടിലേക്ക് സുധീഷിനെയും കൂടെ ക്ഷണിച്ചത്. ഇനി നിധിക്കൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അവിടെ ആരതി ഒഴിഞ്ഞൊക്കെ കയറ്റുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്, പിന്നെ അതുപോലെ തന്നെ അവരെ അംഗീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രാജീവൻ അങ്ങനെ പറയുന്നത്. ഹേമ ഭയങ്കര ദേഷ്യത്തിലാണ് നോക്കുന്നത് നിധിയെയും സുധീഷിനെയൊക്കെ. പിന്നെ രാജീവനാണ് പറയുന്നത്, മോൾ ആദ്യമായിട്ട് വരുമ്പോൾ നീ എന്താ ഹേമ അകത്തേക്ക് വിളിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് രാജീവനാണ് കേട്ടോ. അതൊക്കെ രാജീവൻ ഒരു അർത്ഥത്തിലാണ് ചോദിക്കുന്നത്, സ്നേഹം കൂടുതൽ കൊണ്ടല്ല. എന്തായാലും എന്തൊക്കെയോ പണി കണ്ടുവച്ചിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഒരു കളിയാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ് രാജീവൻ ചോദിക്കുന്നത്. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിധിയോട് പറയുന്നുണ്ട് വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതും ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് അവളുടെ അമ്മ പറയുന്നത്. അങ്ങനെ നമ്മളെ നിധി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് സുധീഷ് കയറുന്നത് കേട്ടോ. ആദ്യം വലതുകാല് വെച്ച് കയറാന്ന് വിചാരിച്ചെങ്കിലും സുധീഷ് പിന്നെ ഇടതുകാല് വെച്ചിട്ടാട്ടോ അങ്ങോട്ട് കയറുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരോട് അച്ഛനും അതുപോലെ തന്നെ അരുണും ഫ്രഷ് ആവേണ്ട മോളെ, കുറെ ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, അപ്പൊ ഫ്രഷ് ആയിട്ട് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധിയെ അവളുടെ ഏട്ടത്തി സാന്ദ്രയും അമ്മയും കൂടി കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് അമ്മ ഭയങ്കരമായിട്ട് പിന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. മോളെ എത്ര കാലമായി നിന്നെ കണ്ടിട്ട്, നീ നല്ല ക്ഷീണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഭവവും പരാതിയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിധിയും കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സുധീഷ് നമ്മളെ ഹാളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ സുധീഷിനെ കണ്ടിട്ട് നമ്മളെ അരുൺ പറയുന്നുണ്ട്, സുധീഷ് അവൻ്റെ ബാഗൊക്കെ ആയിട്ട് വരുമ്പോൾ ഡ്രൈവേഴ്സിന്റെ ബാത്റൂം പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമാണ് ഡ്രൈവേഴ്സിന്. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ കുറെ കാലം ഡ്രൈവ് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മുഖത്ത് നോക്കി അപമാനിക്കുന്നുണ്ട് കേട്ടോ. ഇതായിരിക്കും സുധീഷിന് അവിടെ നിന്ന് കിട്ടുന്ന ആദ്യത്തെ ഒരു അപമാനം, ബാത്റൂമിന്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാക്കാം. ഇനി അങ്ങോട്ടുള്ള ഒരാഴ്ച സുധീഷ് ഇവിടെ പെടാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിധി ഫ്രഷ് ആയി വരുമ്പോഴും നമ്മളെ സുധീഷ് പാവം ആ ബാഗും തൂക്കി അവിടെ ഹാളിൽ നിൽക്കുന്നത് നിധി കാണും കേട്ടോ. ഇയാൾ ഇതുവരെ ഈ ബാഗ് എവിടെയും വെച്ചില്ലേന്ന് ചോദിക്കും. പാവം നമ്മളെ സുധീഷിനെ ആരും സ്വീകരിച്ചിട്ടില്ല. നിധിയെ സ്വീകരിച്ചതുപോലെ സുധീഷിനെ ആരും മൈൻഡൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബാഗൊന്നും അവൻ എവിടെ വെക്കേണ്ടതെന്ന് അറിയില്ല, ആരും അവനോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ നിധി കൊണ്ടുപോയിട്ട് അവളുടെ റൂമിൽ കൊണ്ടുപോയി സുധീഷിന്റെ ബാഗൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ അരുണും അതുപോലെ തന്നെ രാജുവിനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ നിധിയുടെ മുന്നിൽ നിന്ന് അവനോട് നല്ല രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് സുധീഷും ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടിയാണ് ഇരിക്കുന്നത്. ഹേമയും അതുപോലെ തന്നെ സാന്ദ്രയുമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് കേട്ടോ. ബാക്കി എല്ലാവരും ഇരിക്കുന്നുണ്ട്, രാജീവനും അതുപോലെ തന്നെ അരുണിന്റെ മകളും നിധിയും സുധീഷൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട്, നോൺ വെജ് ഒക്കെ എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാവർക്കും നല്ല ചില്ല് പാത്രത്തിലൊക്കെയാണ് വിളമ്പി കൊടുക്കുന്നത്. പക്ഷേ സുധീഷിനോട് പറയുന്നുണ്ട്, നീ ആദ്യമായിട്ട് ഇങ്ങോട്ട് വിരുന്ന് വന്നതല്ല, അപ്പം നിനക്ക് ഇലസദ്യ എന്ന് പറഞ്ഞിട്ട് ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി എല്ലാവർക്കും നല്ല ചില്ലിൻ്റെ പ്ലേറ്റിൽ നല്ല നോൺ വെജ് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. സുധീഷിന് മാത്രം ചോറ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിധിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അവളുടെ അമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഒരുപാട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മോളെ കഴിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നിധി എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് രാജീവനൊക്കെ. നിധിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളെ രാജീവൻ സുധീഷിനും കൂടി കൊടുക്കിട്ടോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഹേമ കൊടുക്കുന്നില്ല. സുധീഷിനും കൊടുക്കിട്ടോ എന്ന് പറയുന്നത് കൊടുക്കരുത് എന്നുള്ള അർത്ഥത്തിലാട്ടോ. അവസാനം പാവം നമ്മളെ സുധീഷ് ആ ചോറിൻ്റെ അവിടെ ഒരു കൈകൊണ്ട് കുഴിയും കുഴിച്ചിങ്ങനെ നിൽക്കുമായിരിക്കും. അവന് ഒരു സംഭവങ്ങളും ഹേമ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, ഒരു ഐറ്റംസ് അവന് കൊടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. അതൊക്കെ അവനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. നിധിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിധിയുടെ തൊട്ടടുത്താണ് സുധീഷ് ഇരിക്കുന്നതെങ്കിലും നിധി ശ്രദ്ധിക്കുന്നില്ല. അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സുഭാഷേട്ടൻ നല്ല കുക്കിംഗ് ആണ്, അതാണ് ഇതാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചിരിയിൽ നിൽക്കുമ്പോൾ സുധീഷിന് കൊടുക്കിട്ടോ എന്ന് പറയുമ്പോൾ സുധീഷിന് കൊടുത്തിട്ടുണ്ടായിരിക്കും മൈൻഡിൽ അവളതൊന്നും ശ്രദ്ധിച്ചില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ സുധീഷിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. അവനോട് തന്നെ പറയുന്നുണ്ട്, സുധീഷ് നീ പ്രതികരിക്കരുത് എന്നുള്ള ലെവലിൽ അവനോട് തന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പോൾ പ്രതികരിച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമെന്ന് വിചാരിച്ച് അവൻ പ്രതികരിക്കുന്നില്ല. പക്ഷേ
എല്ലാ സംഭവവും നമ്മൾ നിധിക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും അരുണിനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പാവം നമ്മുടെ സുധീഷിന് വെറും ചോറും മാത്രം കേട്ടോ. അവസാനം അവന് ദേഷ്യം വന്നിട്ട് അവരെന്ത് ചെയ്യും, എഴുന്നേറ്റ് നിന്നിട്ട് അവിടെയുള്ള എല്ലാ ഐറ്റംസും സ്വന്തമായിട്ട് സ്വന്തം ഇലയിൽ ഇട്ട് കഴിക്കുന്നുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ. ഇത് കാണുമ്പോൾ ഹേമയ്ക്കും സാന്ദ്രയ്ക്കും അരുണിനും രാജീവിനൊക്കെ ദേഷ്യം വരും കേട്ടോ. പക്ഷെ നിധിക്ക് ചിരിയാണ് വരുന്നത്. അവൾ അങ്ങനെ ഒരു മൈൻഡിലാണ് എടുത്തത്. അവൻ്റെ വീട് എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്, അല്ലാതെ പുറത്തുനിന്ന് വന്ന ഒരു അന്യനെ പോലെ അല്ലല്ലോ പെരുമാറുന്നതെന്ന് ആലോചിച്ചിട്ട് നിധിക്ക് സന്തോഷമാണ് വന്നത്. പക്ഷെ ബാക്കിയുള്ളവരെ തോൽപ്പിച്ച പോലെ തോന്നിട്ടോ. എന്തായാലും അത് ചെയ്തത് അസലായി. കാരണം അവർ നമ്മുടെ സുധീഷിനിട്ടൊരു പണി കൊടുത്തപ്പോൾ നൈസായിട്ട് സുധീഷ് തിരിച്ചൊരു പണി കൊടുത്ത പോലെയാണ് തോന്നുന്നത്. സുധീഷ് ഇങ്ങനെ അധികാരത്തോടു കൂടി ചെയ്തപ്പോൾ രാജീവന്റെയും അതുപോലെ തന്നെ അരുണിന്റെയും സാന്ദ്രയുടെയും ഹേമയുടെയും മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെ വരുന്നുണ്ട്. കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല സുധീഷ് ഇങ്ങനെ ഒരു കാര്യം ഭയങ്കര സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവരുടെ ഫേസിൽ. എന്തായാലും ഹേമയും സാന്ദ്രയും എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു കളിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവർ സുധീഷിനെ കുറച്ചെങ്കിലും പരിഗണിക്കേണ്ടതല്ലേ. അവരും കൂടി സുധീഷിനെ പരിഗണിക്കുന്നില്ല. അത്രയ്ക്കും അപമാനത്തോട് കൂടിയിട്ടാണ് സുധീഷ് അവിടെ നിൽക്കുന്നത്. നിധി മുന്നിലുള്ള സമയത്ത് മാത്രമേ അവർ കുറച്ച് നല്ലപോലെയെങ്കിലും നമ്മളെ സുധീഷിൻ്റെ അടുത്ത് പെരുമാറുന്നുള്ളൂ. നിധിയാണെങ്കിൽ വിചാരിക്കും പഴയതൊക്കെ മറന്നിട്ട് സുധീഷിനോട് ഇപ്പം നല്ലപോലെ ആണല്ലോ എന്നുള്ള മൈൻഡിലാണ് അവൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ കൂടെ പെരുമാറുന്നുണ്ട് എന്നുള്ള കാര്യം നിധിക്കും അറിയില്ല. സുധീഷാണെങ്കിൽ നിധിയോടൊന്നും തുറന്നു പറയുന്നില്ല കേട്ടോ. കാറിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞെന്നും ഞങ്ങളൊരു വെല്ലുവിളിയിലാണ് ഇങ്ങോട്ട് പോകുന്നതെന്നും അച്ഛന് നിന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ട്, ഇതൊക്കെ ഒരു വാശിപ്പുറത്ത് ചെയ്യുന്ന കാര്യമാണെന്നും സ്വകാര്യമായിട്ട് രാജീവൻ സുധീഷിനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ സുധീഷ് നിധിയോട് പറഞ്ഞിട്ടില്ല. അവർ സ്നേഹത്തിലാണ് പെരുമാറുന്നത് എന്നുള്ള ലെവലിൽ തന്നെയാട്ടോ നിധിയെയും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് സുധീഷ്. ഇവർ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം സുധീഷ് ഹാളിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്ത് രാജീവനും കൈകൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് സുധീഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുധീഷിനോട് പറയുന്നുണ്ട് എന്തൊക്കെയോ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പാവം നമ്മളെ സുധീഷ് പോയിട്ട് അവിടെയുള്ള സോഫയിൽ ഇരിക്കും. അയ്യോ സോഫയിലാണോ നീ ഇരിക്കുന്നത്? ഡ്രൈവേഴ്സിൻ്റെ സീറ്റ് സോഫയില്ലല്ലോ, നീ ഇവിടെ ആദ്യം വർക്ക് ചെയ്യുമ്പോൾ നീ എവിടെയായിരുന്നു ഇരുന്നത്? നിലത്തില്ലേ? നിൻ്റെ സീറ്റ് തറയിലാണെന്ന് പറഞ്ഞിട്ട് തറയിലൊക്കെ ഇരുത്തുന്നുണ്ട് കേട്ടോ. പാവം നമ്മളെ സുധീഷ് അവർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് അപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ ഇവരോട് പ്രതികരിച്ച് കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് നിധി വിചാരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട, നീ അടങ്ങ് സുധീഷ്, നീ അടങ്ങെന്ന് പറഞ്ഞിട്ട് സുധീഷ് സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അരുണും അതുപോലെ തന്നെ രാജീവനും നിന്ന് നമ്മളെ സുധീഷിനെ അപമാനിക്കുന്നുണ്ട് കേട്ടോ. നീ എന്താ വിചാരിച്ചത്? നിനക്ക് ഇവിടെ ഞങ്ങൾ വലിയൊരു സദ്യ ഒരുക്കുന്നോ അതുപോലെ തന്നെ നിനക്ക് ഭയങ്കരമായിട്ട് സ്വീകരണം തരുന്നൊക്കെയാണോ നീ വിചാരിച്ചത്? എന്നിട്ട് കാറിൽ വെച്ച് സുധീഷ് രാജീവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ രാജീവൻ ഒരു കോമഡി അതുപോലെ തന്നെ ഒരു കളിയാക്കൽ രീതിയിൽ അരുണിനോട് സുധീഷിൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ് നിധിക്ക് എൻ്റെ സ്വത്തിൻ്റെ പാതി അവകാശമുണ്ടത്രേ, നിധി പോയിട്ട് കോടതിയിൽ പറഞ്ഞാൽ അതിൻ്റെ പാതി ഇവനാണത്രേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അരുണാണെങ്കിൽ പറയുന്നുണ്ട് ഓ ഇവിടുത്തെ ഡ്രൈവർക്ക് നമ്മളെ പാതി സ്വത്തുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് ആണെങ്കിൽ ഒരു പാവത്തിനെ പോലെ വലിയ മറുപടിയും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. എല്ലാം നിധിക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവൻ അന്നേരം ആലോചിക്കുന്നുണ്ട്. കാറിൽ വെച്ചിട്ട് നിധി അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛനും നീ തോളിൽ ചാരിക്കോട്ടെ എന്ന്. നേരം നമ്മളെ സുധീഷിന് മനസ്സിലാവുന്നുണ്ട് നിധിക്ക് അച്ഛനോടുള്ള സ്നേഹവും കരുതലും പരിഗണനയൊക്കെ. അപ്പോൾ അത് ഇല്ലാതാക്കണ്ടല്ലോ, അപ്പോൾ അവളുടെ സന്തോഷം ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ സുധീഷ് പാവത്തിനെ പോലെ നിൽക്കുന്നത് കേട്ടോ. ഇവരാണെങ്കിൽ പലതും പറയുന്നുണ്ട്. നിധിയെ കല്യാണം കഴിച്ച് നിനക്ക് ഇവിടെ ഇപ്പം സുഖമായിട്ട് ജീവിക്കാമെന്ന് നീ കരുതിയോ? അതാണ് ഇതാണ് വലിയ സംഭവമായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അയാൾ വലിയ പൈസക്കാരനാണ്, രാജീവൻ വലിയ വീട്ടിലെ ആളാണ്, സുധീഷാണെങ്കിൽ ചെറിയ വീട്ടിലെ ആളാണ്. അങ്ങനത്തെ ലെവലിലാണ് ഒരു ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്. സുധീഷ് പാവം ഒന്നും തിരിച്ചു പറയാതെ ഭയങ്കരമായിട്ട് മൗനം പാലിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നിധി അങ്ങോട്ട് വരുന്നത് കേട്ടോ. നിധി വരുമ്പോൾ കാണുന്നത് സുധീഷ് തറയിലിരിക്കുന്നതാട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ നിധി വരുന്നത് കണ്ടിട്ട് രാജീവനും അരുണും പ്ലേറ്റ് മാറ്റിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് കോമഡി ആയിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നിധി ചോദിക്കും നിങ്ങളെന്താ തറയിലിരിക്കുന്നതെന്ന്. അപ്പോൾ ഇവർ പറയുന്നത് അവൻ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ കാണിച്ച നാടകത്തിൻ്റെ ഒരു ഭാഗം കാണിച്ചു തന്നത്, ഇവൻ എന്തൊരു കോമഡിയാണല്ലേ, ഇവൻ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ, ഭയങ്കരമായിട്ട് നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടല്ലോ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് രാജീവനും ഭയങ്കര കോമഡി ആയിട്ട് സുധീഷിൻ്റെ പുറത്തും കയ്യിലൊക്കെ കിട്ടിയ ചാൻസിൽ തല്ലുന്നുണ്ട് കേട്ടോ. അരുണും അതുപോലെ തന്നെ അച്ഛൻ ചെയ്യുന്നത് പോലെ തന്നെ ഇവൻ ഭയങ്കര കോമഡിയാണ്, അതാണ് അളിയൻ ഭയങ്കര കോമഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വാക്കിലും ഇങ്ങനെ നമ്മളെ സുധീഷിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിധിയാണെങ്കിൽ വിചാരിക്കും ഇത് തമാശയ്ക്ക് ഇങ്ങനെ ചെയ്യുകയാണെന്ന്. പക്ഷെ ഇവർ തമാശയിലൂടെ കാര്യം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. സുധീഷ് പാവം അപ്പോഴും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നിധിയാണെങ്കിൽ ഇവർ പറഞ്ഞതും വിശ്വസിച്ചിട്ട് പറയുന്നുണ്ട് ആ സുധീഷ് ഇങ്ങനെ തന്നെയാണ്, ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ്, ഒരു കാര്യം വെച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പറയാൻ അവനെ അറിയാം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിൻ്റെ കാര്യങ്ങളൊക്കെ നിധി പറയുന്നുണ്ട്. പക്ഷെ നിധി
നിധിയും വിചാരിച്ചില്ല ഇവരിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ആ ചാൻസിലൊക്കെ രാജീവനും അരുണും നമ്മളെ സുധീഷിനെ ഇങ്ങനെ ഓരോ ഡയലോഗ് പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. പാവം നമ്മളെ സുധീഷിന് വേദനിക്കുന്നുണ്ട്. അവനിങ്ങനെ കൈ ഇങ്ങനെ മാറ്റുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ ചിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിധിക്ക് തെറ്റിദ്ധാരണയൊന്നും ഉണ്ടായില്ല. എന്തായാലും നിധിയുടെ അടുത്തുനിന്ന് ഇവർ ഭയങ്കരമായിട്ട് സ്നേഹത്തിലൊക്കെ പെരുമാറുന്നു. പക്ഷെ നിധി ഇല്ലാത്ത സമയത്ത് ഭയങ്കര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. ഇനി അങ്ങോട്ട് ഇതിനേക്കാൾ ഏറെ സുധീഷിനെ പാഠം പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ രാജീവൻ. പാവം നമ്മളെ നിധി ഇതൊന്നും അറിയാതെ ആ വീട്ടിൽ നിൽക്കുകയാണ്. ഒരാഴ്ച ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ സുധീഷിനെ വലിയൊരു വെല്ലുവിളി നേരിടേണ്ടി വരും. കാരണം കൊല്ലാൻ വരെ മടിക്കില്ല എന്ന് തോന്നുന്നു നമ്മൾ അരുണും രാജീവനും. അത്രമാത്രം പ്ലാനിങ്ങോട് കൂടിയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിധിയും സുധീഷും അവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ സുധീഷ് ഇവിടെ അനുഭവിച്ച കാര്യങ്ങളും അച്ഛൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നിധി അറിയണം. എന്നാലേ നിധിക്ക് സുധീഷിനോട് ഒരു സെന്റിമെന്റ്സ് ഒക്കെ തോന്നുന്നുണ്ടാവുള്ളൂ. എന്തായാലും സുധീഷ് ഇപ്പം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇനി അവിടുന്ന് അനുഭവിക്കാൻ പോകുന്നുണ്ട്. എന്തായാലും നമ്മളെ നിധിക്ക് കുറച്ചും കൂടി സുധീഷിനോട് അടുക്കാനുള്ള ചാൻസും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. സുധീഷിനെ നിധി തൻ്റെ റൂമിലേക്ക് ക്ഷണിക്കുന്നുണ്ട് നൈറ്റ് കിടക്കാൻ വേണ്ടിയിട്ട്. സുധീഷിനെ സംബന്ധിച്ച് അതൊക്കെ വലിയ വലിയ സന്തോഷം തന്നെയാണല്ലേ. അങ്ങനെ ചെറിയ സന്തോഷങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്ന് സുധീഷിന് ഉണ്ടാവുന്നുണ്ട്. അതിനേക്കാൾ ഉപരി വലിയ വലിയ ക്രൂരതകളും അനുഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പം എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. ബൈ.